ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. പുലർച്ചെ 4 മണിയാണ് സമയം കേട്ടോ. അതാണെങ്കിൽ എന്നെ കണ്ടിട്ട് ആരും പേടിക്കണ്ട. നീറ്റിട്ട് ഞാൻ ഭഗവാനെ തൊഴാൻ വേണ്ടി പോയത്. ഉറക്കപ്പിച്ചങ്ങോട്ട് മാറിയിട്ടില്ല. അപ്പം എന്നെ നീറ്റൊന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി വന്നിട്ട് ഒന്ന് 1-ാം തീയതിയല്ലേ അടിച്ചു കയറി തുടച്ചിട്ട് വേണം ശീബോധി വയ്ക്കാൻ. മോളെ കൊണ്ട് വെപ്പിക്കണം. അപ്പോൾ അതിന് മുന്നേ എനിക്ക് പത്രം ഇടാനൊക്കെ ഉണ്ട്. പയ്യൻ കൊണ്ടുവരണം. അപ്പോൾ ആ സമയം കൊണ്ട് ബാത്റൂമിലൊക്കെ പോയി തുടക്കലൊക്കെ കഴിയുമ്പോഴത്തേനും അവൻ എത്തിക്കുള്ളൂ. 5 മണിയാകുമ്പോഴത്തേനും അവൻ വരും. അപ്പോൾ അപ്പോഴേക്കും എല്ലാം തീർക്കട്ടത്. രാമായണം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചിത്രയുടെ. പക്ഷെ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും, മേടിച്ചൊരു സൗണ്ട് കുറച്ച് വെച്ചിരിക്കാം. പിന്നെ ഞാൻ എല്ലായിടും ഒന്ന് അടിച്ചു വാരി അത് കഴിഞ്ഞിട്ട് ഉമ്മറപ്പൊടി ഒന്ന് കഴുകണം. അത് കഴുകിയും കഴിഞ്ഞിട്ട് തുടയ്ക്കാം. എല്ലാം ഇരുട്ടാട്ടോ. വാതിൽ തുറന്നു നോക്കിയപ്പോൾ എവിടെ എല്ലാം നിശബ്ദമായിട്ടിരിക്കണം. ആരും നീറ്റിട്ടൊന്നുമില്ല തോന്നുന്നുണ്ട്, ഞാൻ മാത്രം. അപ്പത്തേനും അവൻ പേപ്പറും കൊണ്ട് വന്ന് അവൻ എണ്ണി അവനെ പേപ്പറും കൊണ്ടുപോയി. ഇതൊക്കെ എനിക്കുള്ളതാട്ടോ, ഇതും കൊണ്ട് പോകണം. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഞാൻ തുടയ്ക്കാനോട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വേണം അതും കൊണ്ടിട്ട് പോവാൻ. ഉമ്മറപ്പൊടി കഴുകണം എന്നാണ് പറയുക. ശീബോധി വയ്ക്കുമ്പോൾ നമ്മൾ ഉമ്മറപ്പൊടി എന്നും കഴുകി ഇതാക്കിയിട്ടേ ചെയ്യാവൂന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതങ്ങനെ ചെയ്യാറ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി എല്ലായിടും തുടയ്ക്കണം. തുടയും കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ട് വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ശീബോധി വയ്ക്കുമ്പോൾ ദശപുഷ്പം കിട്ടാത്ത ഏരിയകളൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു കേട്ടതാണ്, ഒരു ചേച്ചിയാണ് ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇനി എല്ലാം കിട്ടിയില്ലെങ്കിൽ ഏതോ തിരുമേനിയുടെ ഒരു വീഡിയോ കണ്ടു, അതിലുണ്ടായിരുന്നു നമ്മൾ മുക്കുറ്റിയും പിന്നെ കറുകയും കൂടി എടുത്ത് വെച്ചാലും മതി എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ഞാൻ എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കിട്ടി. അപ്പോൾ അതെന്നെ അങ്ങനെ തന്നെ വെച്ച്. അപ്പം ഇങ്ങനെ തുടയ്ക്കട്ടെ ഇനി എല്ലാവരും ഒന്ന് വിചാരിച്ചിട്ട് തുടയ്ക്കാൻ ഒരുങ്ങുകയാണ്. ഞാനൊരു ഏകദേശം ഒരു 5 മണി 5:15 അവളെ വിളിക്കാതിരിച്ചിട്ട് എത്ര നേരത്തെ എണീറ്റാ സ്കൂളിൽ പോയിട്ട് കഴിഞ്ഞ് ഉറക്കം തൂങ്ങിയിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞിട്ട് അവളെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് എല്ലായിടും തുടച്ചു. നമ്മളെ റൂം മാത്രം തുടച്ചില്ല കേട്ടോ, കാരണം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഉറക്കം ഉണർന്നാൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ഉറങ്ങുന്ന ആൾക്കാർ ഒരു കാരണത്താലും എന്നെക്കൊണ്ട് പറ്റുമ്പോൾ ഞാനത് ഉണർത്താറില്ല കേട്ടോ. എനിക്ക് എന്നെ ആരും വിളിക്കുന്നത് ഇഷ്ടമല്ല, ഞാനാരെയും വിളിക്കാനും പോകാറില്ല. അതെൻ്റെ ഒരു ഇതാണ്. മക്കൾ ഉറങ്ങുമ്പോൾ അവർ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും. എപ്പോഴും എനിക്ക് അമ്മയുടെ അടുത്തൊന്നും പിന്നെ എൻ്റെ അടുത്തൊന്നും ചീത്തക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളെ ഉറങ്ങുന്നിടത്തൊന്നും വിളിക്കാത്തത്. നമ്മളായിട്ട് ആർക്കും ശല്യം ചെയ്യാതെ അവരങ്ങനെ സുഖമായിട്ട് ഉറങ്ങട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ അതൊരു ബുദ്ധിമുട്ടാണ്. ഇതാണ് എൻ്റെ കണ്ണൻ കേട്ടോ. കണ്ണൻ്റെ മുന്നിൽ കണ്ടോ ആ ഒരു മഞ്ചാടിയിലൊരു കടകൂല, അത് ഞാൻ ഉടുപ്പി പോയപ്പോൾ വാങ്ങിയതാണ്. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, വസ്ത്രം തൊട്ട്. ഇനി ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയില്ലേനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പത്രം എണ്ണീട്ട് വേണം കൊണ്ടുപോയി വന്നിട്ട് വേണം എനിക്ക് അടുക്കളയിൽ കയറാൻ. പിന്നെ ഇന്നലെ അരി വെള്ളത്തിലൊക്കെ ഇട്ടായിരുന്നു, പക്ഷെ അരച്ചൊന്നും വെച്ചില്ല. അപ്പം ഇന്ന് മക്കൾക്ക് 2 പേർക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് അമ്മയ്ക്കും വേറെ എന്തെങ്കിലുമൊക്കെ കുറച്ച് റവയുള്ളൂ, അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ പട്ടി ഭയങ്കര ശല്യം ഉണ്ട് കേട്ടോ. അത് കാരണം ഞാൻ നെറ്റ് വെച്ച് ഗേറ്റിൻ്റെ അടി കോൺക്രീറ്റ് ഇട്ടില്ല. അത് കാരണം അതിൻ്റെ അടിയിൽ കൂടെ നൂണ് വരും പട്ടികൾ. 2 ദിവസം മുന്നേ ഇന്നലെയും മിഞ്ഞാന്ന് എൻ്റെ 3-4 പത്രം അവർ കടിച്ച് കയറി. അത് കാരണം ഇങ്ങനെ രാത്രി നെറ്റ് വെച്ചടക്കണം. അങ്ങനെ പത്രം ഇട്ടിട്ട് വരാമെന്ന് വെച്ച് പോവുകയാണ്. അപ്പോഴത്തേക്കും മോളൊക്കെ നെറ്റിലും ബ്രഷ് ചെയ്യുന്നുണ്ട്. ഓർക്കുന്ന അങ്ങനെ തലയിൽ കെട്ടി വെച്ചിട്ട് അത് വീട്ടൊന്നുമില്ല. ഇവിടെ വല്ലപ്പോഴും വരെ ഞാൻ പോവാറുള്ളത്, അങ്ങോട്ടേക്ക് പോവാറില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് അങ്ങനെ കെട്ടി വെച്ചിട്ട്. അത് ഏകദേശം 6 മണിയായിട്ടോ സമയം. ഒരു 6:30-6:45 ആകുമ്പോഴത്തേനും തിരിച്ചെത്തും. അപ്പോൾ മോളോട് ശീബോധി വയ്ക്കാൻ പറഞ്ഞ് പോയപ്പോൾ അവൾ വെച്ചതാണ് കേട്ടോ. ഞാൻ വന്നപ്പോൾ അവളുടെ പുറത്ത് എല്ലാം കംപ്ലീറ്റ് അല്ല, അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മാറ്റി. ഞാൻ ഈ ലക്ഷ്മി വിളക്കല്ലാതെ വലിയ വിളക്ക് പറഞ്ഞിരുന്നു, പക്ഷെ അവൾ ഈ ലക്ഷ്മി വിളക്ക കത്തിച്ചായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ നിന്നോട്ടെ. അപ്പോൾ ഈ പുറത്തുനിന്ന് എടുത്തത് അവിടെ ഉള്ളിലേക്ക് തന്നെ മാറ്റി വെപ്പിച്ചു.
കുഞ്ഞി കിണ്ടിയിലാട്ടോ വെള്ളം വെച്ച്. വലിയ കിണ്ടിയുണ്ട്, പക്ഷെ അത് വയ്ക്കാനുള്ളൊരു സ്പേസിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഈ ചെറുതാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നമ്മുടെ മക്കൾ അറിയണമല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം ഒരുവിധം എല്ലാം പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ രാവിലെ കുളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇന്നൊരു ഡെയിലി നാഗസാക്കി അറ്റം ബോംബെ വർഷിച്ച ബോംബെ എന്നല്ല ബോംബ് ബോംബ് വർഷിച്ചപ്പോൾ ആരായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്? ആരാ? ട്രംപ്. ട്രംപോ? എവിടെ ആൻസർ? ആൻസർ ഉണ്ടാവല്ലോ, നോക്ക്. ആൻസർ കൊടുക്കും, ഒന്നിന്റെ ആൻസർ ഉണ്ടാവും. ആരാ പറ? ഹാരിയസ് വായിക്കി. എന്തായിരുന്നു അതിന്റെ അടിയിൽ എഴുതി? 33th പ്രസിഡന്റ്. ആറ്റം ബോംബാണ് കൊടുക്കാറുണ്ട്. അണുബോംബില് അതീവ രഹസ്യ പദ്ധതിയുടെ പര്യന്തയിരുന്നു. ആരാണ് ആറ്റം ബോംബ്? മൻഹാറ്റൻ പദ്ധതിയുടെ ഗൈസ്, ഇതെന്തായാലും കാപ്പിയാണ്, വേറെ ഒരു സാധനമൊന്നുമില്ല. എന്തായാലും കാപ്പിപ്പൊടിയാണ് ഞങ്ങൾ ഇട്ടത്. ബ്രൂ കോഫി ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ആവോ ബ്രൂവിന്റെ ആളാണ് ഐലിക്കുട്ടി. ഐലിക്കുട്ടി ബ്രൂ. ഗൈസ്, ഇതൊക്കെ ഞങ്ങളുടെ പുതിയത് ഞങ്ങള് വെച്ച് വരുന്നു. ഞങ്ങൾ ഈ ചുമര് ഭയങ്കര നല്ലത് പൊളിക്കാനുള്ളത്. അപ്പൊ അതൊന്നും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? അപ്പൊ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ മോള് സെറ്റാക്കി തന്നു. ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? കാപ്പി ഇന്നലെ തിളച്ചതാവട്ടെ. ആ പുക പോണം കാണുമ്പോൾ ദിവസം. അങ്ങനെ കാപ്പി ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല. അപ്പോൾ അധികം വിസ്തരിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല. ഒരു കടുകും കരുവേപ്പിലയും മുളകും ഇട്ടിട്ട് ശകലം വെള്ളം ഒഴിച്ചിട്ട് മോൾക്ക് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്നലെ അരി അരയ്ക്കാത്ത കാരണം രാത്രി പിന്നെ തലേദിവസത്തെ വെള്ളമായിരുന്നു ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നാളെ 1-ാം തീയതി അല്ലേ, ഇപ്പം ഇനിയിപ്പോൾ ഇതുവരെ ഉപയോഗിച്ചൊന്നും വേണ്ട, നാളെ തൊട്ടിട്ട് എന്തൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. സ്റ്റീലിന്റെ ചീനച്ചട്ടി വാങ്ങിയിട്ടോ, അതുകൊണ്ട് പെട്ടുപോയി. ഈ ചട്ടി സ്റ്റീലിന്റെ ചീനച്ചട്ടി വാങ്ങി ഞാൻ കുടുങ്ങിയതാണ്. ജസ്റ്റ് ചൂടാകുമ്പോഴത്തേക്ക് തീ തട്ടുമ്പോഴത്തേന് അടി പഴുത്ത് വരും. എന്നാലും എമർജൻസി ഘട്ടങ്ങളിൽ പെട്ടെന്നാവാൻ വേണ്ടിയിട്ടൊക്കെ ഞാനിത് വെക്കും. രാവിലെ അറിയാതെ പൂവായി പോണല്ലോ. ഓടൊന്നും വേണ്ട, അങ്ങനെ പൊട്ടൊന്നുമല്ല.
ഞാൻ ശകലം വെള്ളം കൂട്ടി ഒഴിച്ചത് കേട്ടോ. അവൾക്ക് ഇങ്ങനെ വെള്ളത്തോട് കൂടിയിട്ടാണ് അതിൽ ഇഷ്ടം. അങ്ങനെ കട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടമല്ല. ഇല്ലാത്ത കുട്ടി എന്താ ചെയ്യാ? ഫാനിൻ്റെ ചോട്ടിലേക്ക് വേണ്ടിയിട്ട് ഹോളിലേക്ക് പോകുന്ന കേട്ടോ. ടേബിളും ഇരിക്കാണ്ട്. വീണ്ടും അച്ചമ്മ കുളിച്ച് സുന്ദരിയായി നാമം ചെല്ലുവാൻ ഒരുങ്ങി വരുന്നു. എന്താ ഊരക്കര കൈ? എന്തേ കൈ പൊള്ളിയാ? ചൂടില്ലാതെ കഴിച്ചിട്ട് പോയാ അതായിട്ടില്ല. ഞാൻ കൊണ്ടായി തരാം. എന്തിലെ പോവില്ലല്ലോ നിലമ്പൂർ ബസ്. അതിന് സമയമായിട്ടില്ല. തലമുടി അമ്മയെ കൊണ്ട് ഞാൻ പറഞ്ഞ ഒന്ന് നമുക്ക് അത്ര മാസം ചെറുതാക്കി ശരി. അതിനെന്താ നീ ഹായ് പറഞ്ഞേ എന്നോട് ഹായ് എന്ന് പറ. കൈ കൊണ്ട് ഇങ്ങനെ ഹായ് ചേട്ടാ എന്താ പരിപാടി? കുട്ടികൾക്ക് തോർത്തോട് മറക്കല്ല നോക്കിയ കെട്ടി ഇതാവാൻ ഉണങ്ങുന്നില്ലേ? ഓക്കെ ഇല്ല ഒന്ന് എന്നാ ഉറക്കില്ല പിച്ച് വിജയത്തിന്റെ ബസ്സിലെ പരിപാടി വെച്ചിട്ട് ഓർത്തൊക്കെ കേട്ടോ. ആ ചമ്മയ്ക്ക് തോർത്തുണ്ട്. മറക്കരുത്. ചെറിയ കല്ല് മതി. അത് നമ്മളിപ്പോ രാവിലെ ഓക്കെ ഓക്കെ. അച്ഛമ്മ നാളെ ചൊല്ലിക്കോട്ടെ. അവിടെ കൊറേ എടുത്ത് വെച്ചിട്ട് പൈസ കിട്ടിയ എന്ത് ചെയ്യും? നമ്മൾ വാങ്ങും. എവിടെ ചേച്ചി? വന്നിട്ടില്ല. എന്നിട്ട് ആരാ ചേച്ചിക്കാ? എങ്ങനെ മോളെ ബസ് പോകുന്ന പറഞ്ഞപ്പോൾ ഞാൻ വേഗം അവളെ ഒന്ന് കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ അവള് വേഗം അവളെ കൂട്ടുകാരി ഉണ്ട് അവിടെ. ഇവിടെ തന്നെയാണ് റോഡിൽ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരെയും കൂടി അങ്ങോട്ട് ആക്കാൻ വേണ്ടി പോവാണ്. രാവിലത്തെ പരിപാടി തോന്നുകയും ഉറക്ക പാട്ട് വയ്ക്കും, അല്ലെങ്കിൽ നമ്മുടെ TV4 വയ്ക്കും. ഒരു ഹരം എപ്പോഴും പണി വേഗം പോണെങ്കിൽ പാട്ട് ഉറക്ക വെക്കണം. അപ്പൊ നല്ല പെട്ടെന്ന് പണിയെടുക്കാൻ പറ്റും. യൂണിഫോം അയൺ അവളെ കൊണ്ടുവന്നിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ് സൗണ്ട് ഒന്നും ഇല്ലാത്തത്. അല്ലെങ്കിൽ സൗണ്ട് വെച്ചത് ഗൈസ്. ഗൈസ് അങ്ങോട്ട് നോക്കൂ. ചേച്ചിയുടെ എന്റെ സൗഹൃദം അതൊക്കെ എന്നായിരുന്നു? പല്ലു എന്തൊരു ക്യൂട്ടാ. കുപ്പിയൊന്നുമില്ല കേട്ടോ. മോളെ കുപ്പി നമുക്ക് ഉണ്ട്. ഞാൻ ആകെ വഴുകി ഗൈസ്. അങ്ങനെ എൻ്റെ സ്കൂളിലെത്തിയിട്ട് അവൻ മേലേക്ക് കയറിപ്പോയി. പുകയാണ് പുക.
പുകയിടേണ്ട ആവശ്യമില്ല. ഇവിടെ ആകെ കരി പിടിച്ചിട്ട് ആകെ പുകയാണ്, കണ്ടു കാണാൻ പറ്റില്ല. അടുപ്പിൽ കത്തിച്ച ക്യാൻസർ എന്നൊക്കെ പറയുന്നേക്കാം. പക്ഷെ നമ്മളൊക്കെ ഇപ്പോൾ കുട്ടിക്കാലത്ത് അമ്മമാരൊക്കെ അടുപ്പ് കത്തിച്ചിട്ടുണ്ടല്ലോ, നമ്മളെയൊക്കെ വളർത്തിയത്. അപ്പോൾ ഇത് 1-ാം തീയതിയാണ്. ചോറും സാമ്പാറൊക്കെ ഉണ്ടാക്കണം. കലീന് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ചെയ്യലുണ്ട്. പിന്നെ മുക്കടി ഉണ്ടാക്കണം. മുക്കടിക്ക് 1-2 സാധനങ്ങളും കൂടി കിട്ടാണ്ട്, കൊടപ്പാലയുടെ ഇലയും അതിൻ്റെ തൂമ്പലും കിട്ടണം, തോല് കിട്ടണം, വേര് കിട്ടണം. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ചെയ്യും. വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അടുത്ത് കാണിക്കാം. പിന്നെ മക്കൾ ഫുഡ് കൊണ്ടുപോയിട്ടില്ല, കൊടുക്കണം. അപ്പോൾ ആദ്യം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമുക്കതൊരു പാത്രത്തിൽ നമ്മൾ മാറ്റി വയ്ക്കണം, എന്നെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് വിശ്വാസം. ചക്കയാണ് ശരിക്കും, ചക്കയും ചോറും നിന്ന് വയ്ക്കുമെന്ന് പറയാം. പക്ഷേ ചക്കയില്ല. ചക്ക അവിടെ ചക്കയൊക്കെ ആദ്യം ഉണ്ടായി കഴിയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സാമ്പാറും തോരനൊക്കെ കൊടുത്ത് കല്യാണം തൃപ്തിപ്പെടുത്താം. ഇപ്രാവശ്യം അങ്ങനെയാവട്ടെ. പായസം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ടൈം കിട്ടുമെന്ന് അറിയില്ല. 12:30 കുട്ടികൾക്ക് ചോറ് കൊണ്ടു കൊടുക്കണം. ഡ്രൈവിംഗ് ക്ലാസ്സിനൊക്കെ പോയിട്ട് ഇപ്പോൾ ഏകദേശം 10-10:30 സമയമായി. നോക്കട്ടെ. അപ്പോൾ അടുപ്പിൽ പുകയാണ്, പുകയോട് മല്ലിയിടാണ് കേട്ടോ. ഭയങ്കര തീ കത്തിപ്പിടിച്ചാൽ ഓക്കെ, നല്ല വിറകുണ്ട്, പക്ഷെ കത്തണം. പിന്നെ ബാക്കി സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് കാണാം. അങ്ങനെ പച്ചക്കറികൾ എലിശ്ശേരി വയ്ക്കാൻ മത്തുണ്ട്. ഞാൻ ഇന്നലെ അവിയൽ വയ്ക്കാൻ കഷ്ണമൊക്കെ വാങ്ങിക്കൊണ്ടു കേട്ടോ, പക്ഷെ വെക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനവിടെ നല്ല ഉറക്ക പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഓൺ വോയിസ് കൊടുക്കുന്നത്. കാരണം പാട്ട് കോപ്പറേറ്റ് വരുമെന്ന് വെച്ചപ്പോൾ എന്താ കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് പരിപ്പിടാൻ. സാമ്പാറയ്ക്ക് വേണം, നമുക്ക് കുറച്ച് മത്തനശ്ശേരിക്കും വേണം. ഒന്നിച്ചട്ടടിക്കണം. എന്നിട്ട് അതിൽ നിന്ന് അങ്ങോട്ട് പകുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ അടുപ്പത്ത് ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പൊക്കെ ആകെ മാറ്റാറായിട്ടുണ്ട്. നമ്മൾ ഈ ഇതന്നെ പൊളിച്ച് കളഞ്ഞ് മുന്നിക്ക് അടുപ്പാക്കാൻ നിന്നതാണ്. പിന്നെ അന്ന് ഓരോ ബുദ്ധിമുട്ട് കാരണം അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ അത് ചെയ്യണം. പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ചൊരു പാനിക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് മത്തട്ട് കൊടുക്കാം. ഇപ്പുറത്തെ വെണ്ടയ്ക്ക വാട്ടുന്നുണ്ട്. ഇപ്പോൾ സാമ്പാറും ഒരു എരിശ്ശേരി, ഒരു പയറുപ്പേരി, പപ്പടം, കൊണ്ടിട്ടമുളകും കൊടുക്കാം നമുക്കൊന്ന്. കോഴിക്കോട് ജില്ലകളിലൊക്കെ തലേദിവസം സംക്രമത്തിനാണെന്ന് തോന്നുന്നു ഈ കലീന് കൊടുക്കുന്നത്. പക്ഷെ ഞങ്ങൾ കുട്ടിക്കാലം മുതലൊക്കെയും ഇവിടെയൊക്കെ കർക്കിടക മാസം 1-ാം തീയതിയാണ് കേട്ടോ കൊടുക്കുക. എന്താ അങ്ങനെ മാറ്റം വന്നത് എനിക്കറിയില്ല. അറിയുന്നവരൊന്ന് കമൻറ്റിൽ. നമ്മൾ 1-ാം തീയതിയാണ്. തലേദിവസം നമ്മൾ ചേട്ട കളയാന്ന് പറയും. അത് കഴിഞ്ഞ് വ്യത്യാസമാണ് ഇവിടെയൊക്കെ ചെയ്യാറ്. മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പിട്ട് വേവിക്കാൻ വെച്ചു. എന്ത് വരുമ്പോൾ നമുക്ക് നാളികേരം ഒഴിച്ചു കൊടുക്കണം. ഞാനതിന് മുന്നേ വറവിട്ടിട്ടാണ് പിന്നെ നാളികേരം ഒഴിച്ചിട്ടത്. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. പല ചിന്തകൾ കാരണം പെട്ടെന്ന് മൈൻഡ് മാറിപ്പോയി. ഇടയ്ക്ക് ചെറിയൊരു CFL-ആണ്. ചെറിയ കുഞ്ഞിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ആ സാമ്പാറയ്ക്കും വറവിടാതെ വിചാരിച്ചു. ബാക്കി നമ്മുടെ മത്തനശ്ശേരിക്കും ഉണ്ടാകാൻ വിചാരിച്ചു. കടുക് പൊട്ടി ആകെ തെറിച്ചിരിക്കണം കേട്ടോ. ഇത് നിറച്ച് കടുകായിപ്പോയി സ്റ്റൗവിൻ്റെ അവിടെ. സാമ്പാർക്ക് കുറച്ചിട്ട് ബാക്കി നമുക്ക് നാളികേരമിട്ട് വറുത്തിട്ട് ശരിക്കിടാം. അപ്പോൾ നാളികേരം അത്യാവശ്യം ചുവന്ന് വറുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വറുത്ത നാളികേരം ഒഴിച്ചിട്ട് പിന്നെ അത് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഏകദേശം ഒരു തട്ടിക്കൂട്ട് ശരിയായിട്ടുണ്ട്. ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കരിയേനടുത്തേക്ക് വെച്ച് സാമ്പാറും എരിശ്ശേരിയും ഉപ്പേരിയും പപ്പടവും കൊണ്ടാട്ടമുളകും എടുത്തേക്കാം. ഒരു കുറച്ച് കഞ്ഞിവെള്ളമാണ് മാറ്റി വെച്ചത്. അത് മാറ്റി വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ഒരു ഇതിൽ നമ്മൾ ഈവനിങ് കൂണി വാഴയുടെ തണ്ടുകൊണ്ട് ഉണ്ടാക്കുക. പിന്നെ ലാവില, അത് പലരും പല ഇതിലാണ് ഉണ്ടാക്കാറ്. പലർക്കും
പല വ്യത്യാസങ്ങളുണ്ടാവും. ഞാൻ വെറുതെ അതിങ്ങനെ കുത്തി ഇതല്ലുള്ളൂ ഞാൻ അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരുവാലി ഇതിലൂടെ കൃഷ്ണഗണാതി തെരഞ്ഞ് വന്നതാണ്. എന്തായാലും ഇവിടെ നിലമ്പൂരൊക്കെ ഒരു ടൈപ്പ് വെള്ളപ്പൂള്ള ഇതുണ്ടോ, നമ്മൾ ഒറിജിനൽ അതല്ല, നമുക്ക് നീലന്നെ കിട്ടണം. ഇവിടെ പിന്നെ എനിക്കറിയാം ഓരോ സാധനങ്ങൾ എവിടെയുള്ളത്, അപ്പം അങ്ങനെ തിരഞ്ഞ് വന്നതാട്ടോ. ഇതാണ് ഗൈസ് കൃഷ്ണഗണാതി. ഗണാതി ഇവിടെ വന്നാൽ പിന്നെ എനിക്ക് എവിടെ ഈ സാധനങ്ങളും തരേണ്ട ആവശ്യമില്ല കേട്ടോ. കറക്റ്റ് സ്ഥാനം അറിയാം. ഇങ്ങനെ കിട്ടിപ്പൊച്ച് കുറച്ചുകൂടി കിട്ടി നല്ലതായിരുന്നു. നോക്കട്ടെ. സംഭവം കിട്ടിയില്ല. അങ്ങനെ ഞാൻ കൃഷ്ണനാന്തി പറിച്ചിട്ട് നേരത്തെ പാടത്തേക്കാണ് വന്നത്. ഇവിടെ എനിക്കറിയാം ഒഴിഞ്ഞ് നമ്മുടെ ചിരുതാളിക്കുള്ള സ്ഥലം. അപ്പം ഞാൻ നേരെ അങ്ങോട്ട് പോകുന്നു. ഒഴിഞ്ഞ് കിട്ടി, ചിരുതാളിയും കൂടി കിട്ടണം. ഇതാണ് എൻ്റെ നേരെ ഉള്ളത് നല്ല വിശാലമായ പാടം കേട്ടോ. ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ഒരു തല തൊട്ട് അങ്ങേ വരെ പാടം തന്നെയാണ്. കിട്ടിയില്ല. പിന്നെ ഒഴിഞ്ഞ് തപ്പി ഇതിൻ്റെ വേര് കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. ഒഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ വേരോട് കൂടി കിട്ടിയാലേ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് 30 ദിവസം വേണ്ട. ഞങ്ങളുടെ മനോഹരമായ അപ്പം എല്ലാം ഒരുവിധമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് പാടം കേട്ടോ. ഇതിന് അങ്ങനെ പോയ കുളമുണ്ട്. കേട്ടോ. ഒഴിഞ്ഞ ഇത് കിട്ടി. ചിരുതാളിയും കൂടി കിട്ടിയാൽ മതി. അപ്പം എൻ്റെ സെറ്റപ്പ് ഉണ്ടോ നമുക്ക് നോക്കാം. ഇരുങ്കാടായി. പണ്ടൊക്കെ ഇവിടെ എത്ര കാടുണ്ടായിരുന്നു. എന്താ ഇഷ്ടംപോലെ ഒഴിഞ്ഞുണ്ട്. പക്ഷെ ഇതിൻ്റെ വേര് കാണണം എവിടെയാണ്. ഇത് പാറട്ടെ. ഈ പാറ ഞങ്ങൾ വന്നിരിക്കാറൊക്കെ ഉണ്ട്. ഇതിലങ്ങനെ പോയി കഴിഞ്ഞാലാണ് പാടം അല്ല കുളം, സോറി കുളം, അമ്പലക്കുളം. പിന്നെ കാണിച്ച പണ്ട് പോവാൻ സമയം ഈ തല തൊട്ട് അങ്ങ് തല വരെയുണ്ട്. പണ്ടൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോഴേ ഈ കായ അങ്ങനെ പൊട്ടിക്കയറുന്നു. ഇതിനുള്ളിലൊരു സാധനം ഉണ്ടാവും. പൊട്ടിച്ചിങ്ങനെ ചിരുതാളി എങ്ങനെ ഇറങ്ങും സംഭവമാണ്. ഭയങ്കര കൊതുകുണ്ട്. വേഗം പോയാൽ വേഗം രക്ഷപ്പെടാം. അതവിടെ ചിരുതാളി ഉണ്ടല്ലോ. ഓടോട്ടത്തിന് തലയുണ്ടോ വേരുണ്ടോ എന്നൊക്കെ. രണ്ട് ചിരുതാളി.
അങ്ങനെ വന്ന സംഭവങ്ങളൊക്കെ കിട്ടി. കാടും പറിച്ചു പോണു. ഇത് നേരെ നിലമ്പൂർ. അങ്ങനെ തിരുവാലിയിൽ നേരെ വീട്ടിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി. അവിടുന്ന് വീട്ടിൽ 6:45. അപ്പോൾ കലിയൻ്റെ അതൊന്നും കുട്ടികൾ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കൊരു സമാധാനക്കേട്. ഞാൻ എടുത്ത് വെച്ചാൽ ഞാനേതായാലും ഒരു ചൂട്ടും കത്തിച്ച് സംഭവം അവിടെ വെച്ച് നമ്മുടെ ആചാരപ്രകാരം തന്നെ വിളിച്ച് കൂക്കിയിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. ആരും കാണാതിരിക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം സമയത്ര വൈകിയും അത് മോശമല്ലേ ആൾക്കാർ കണ്ട. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇതിന് സമാധാനത്തിന് വേണ്ടി, കാരണം നമ്മളവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ വെക്കാതിരിക്കേണ്ടെന്ന് വെച്ചു. വണ്ടി കൂട്ടാട്ടം. ഇതെന്താ വെച്ചിട്ടാ? എന്താ സംഭവം? അവക്കാടോ? ഇതേതാ ജാറ്? ചേച്ചി വാങ്ങിയതാ. ചേച്ചീന്റെ ജാറാണല്ലേ? ചേച്ചിയുടെ ചാറോ പോയെ? എല്ലാവരും ചാറ. ഇത് ഇതെന്താ വിനായർ? അമ്മയ്ക്ക് കുറച്ച് തരുമോ? എന്റെ കുഞ്ഞുവാവയാണ് കേട്ടോ. കണ്ടു ജ്യൂസ് കുച്ചിന്. അയ്യോടാ, അത് കുടിക്കാനായിട്ട് ഏതൊരു പാത്രം വാങ്ങിക്കണം. ഇതെന്താ? മിസ് പണ്ടത്തെ വാക്കുകൾ എഴുതാൻ പറഞ്ഞത്. അതെ, മിസ് പറഞ്ഞേ ചെയ്യേ. ഞങ്ങൾ എന്നിട്ട് ഇത് ചെയ്യ. അപ്പൊ എനിക്ക് വേഗം ചിലതൊന്നും കിട്ടൂല. അപ്പൊ ഞാൻ അവിടെ മിസ് അവിടെയൊക്കെ വിടാൻ പറയും. എന്നിട്ട് പിന്നെ എഴുതാൻ പറയും. ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഞാൻ കോപ്പിറൈറ്റ് വരുന്നില്ല. നായിലിനെ ചവിട്ടും ഞാൻ. ഇന്നുണ്ടല്ലോ ഒന്ന് ഒരുപാട് തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. കർക്കിടക മാസം 1-ാം തീയതി. ഈ ഒരു കൊല്ലം മുഴുവൻ ഞാനിങ്ങനെ ഓടേണ്ടി വരും എനിക്കറിയില്ല. ഇന്ന് രാവിലെ തുടങ്ങി വെച്ചത് ഈ ആയില്യാണ്. ആയില്ലിക്ക് രാവിലെ ബസ് കിട്ടിയില്ല അമ്മ എന്ന് പോലെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് സാധാരണ ബസ് സ്റ്റോപ്പ് വരെ ആക്കാൻ പറഞ്ഞിട്ട് സ്കൂൾ വരെ കൊണ്ടുപോയി വണ്ടി. പിന്നെ അവിടുന്ന് പോയി വന്നതും ആയുഷിനെ കൊണ്ടുപോയി ആക്കി. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും വണ്ടി ഡ്രൈവിംഗ് ക്ലാസ്സിന് വിളിച്ചു. അതിന് കൂടി. അപ്പോഴൊക്കെ കിച്ചണിൻ്റെ അവിടെ പെൻഡിങ്. കിച്ചണിൽ കയറിയപ്പോഴാണ് രണ്ടുപേരും ചോറ് കൊണ്ടുപോകാതെ പോയിരുന്നത്. അത് കൊണ്ടു കൊടുക്കാൻ ഓടി. അത് കഴിഞ്ഞ് വന്ന് തിരുവാലിക്ക് ഓടി. തിരുവാലിയിൽ വന്നപ്പോൾ നേരെ അപ്പോഴത്തേന് 4 മണിയായി. 5 മണി വരെ ഡ്രൈവിംഗ് സ്കൂളിൽ എച്ചിടാണ്ടാവുള്ളൂ വെച്ചാൽ അങ്ങോട്ട് ഓടി. ഇവിടെ എത്തിയപ്പോൾ സമയം. അപ്പോഴാണ് ഓർത്തത് ഞങ്ങളിവിടെ കലീന് കൊടുക്കാൻ ഞാൻ ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഉണ്ടാക്കി എടുത്ത് വെച്ചിരുന്നു. ശരിക്കും വിളക്ക് വെക്കണ ആ ത്രിസന്ധ്യക്കാണ് നമ്മൾ വെച്ചു കൊടുക്കുക. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കലീനതൊക്കെ ക്ഷമിച്ചോളൂ. ഞാൻ അങ്ങോട്ട് വെച്ചു കൊടുത്തു. സമയം നോക്കിയില്ല. ഏകദേശം ഒരു 6:45 ഇരുട്ടായിരിക്കണം കേട്ടോ. അപ്പോഴാണ് വെച്ചു കൊടുത്തത്. ഏതായാലും കുഴപ്പമില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഇന്നത്തെ ഒരു ദിവസം കേട്ടോ. ഒരുപാട് അതിൽ കുറേ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഞാൻ. കാരണം ഒറ്റയ്ക്ക് പോകുമ്പോൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം. പിന്നെ നല്ല മഴയായിരുന്നു. മഴയത്ത് നിലമ്പൂർക്കുള്ളൂ കേട്ടോ ഈ ഒരു മഴ. ഞാൻ തിരുവാലി ചെന്നപ്പോൾ നല്ല വെയിൽ ഞാൻ കണ്ടിട്ട് അതിശയിച്ചു പോയി. ഇവിടുന്ന് ഞാൻ പെരുമഴയത്ത് ഇങ്ങനെ പോയി. അവിടെ എത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു. അവിടെ ഇന്ന് എന്താ അറിയില്ല 3 പേര് ഒരുമിച്ച് ഉണ്ടായിരുന്നു. ദിവ്യേശി ഞങ്ങൾ 3 കൂടി അവിചാരിതമായി 3 ഒന്നിച്ച് നമ്മുടെ അടുത്ത് എത്തിയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഈ ഒരു കർക്കിടക ദിവസത്തിൻ്റെ 1-ാം തീയതി ഒരു. നാളെ രാവിലെ വേറെ സ്ഥലം വരെ പോകുന്നുണ്ട്. നാളത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളോടും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊരു പുതിയൊരാളാണ്. അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുക കേട്ടോ. ഓക്കെ, അപ്പം ഗുഡ് നൈറ്റ്, ബൈ.